കേരളത്തിന്റെ അഭിമാനമായ തൃശൂരിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലോടടുക്കുകയാണ്. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നമുക്ക് നോക്കാം സുവോളജിക്കൽ പാർക്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ. പുത്തൂരിൽ പുതുകാഴ്ചകളുടെ വിസ്മയ ലോകമാണ് മിഴി തുറക്കുന്നത്. കടമ്പകളേറെ മറികടന്ന് 3 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളുമേറെ. മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത്. മനോഹരമായ ഒരുപാട് വൃക്ഷലതാദികളാൽ സമ്പന്നമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കടന്നു വരുന്ന ഈ ഭാഗത്ത് തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ മനോഹരമായ ലതകളാൽ സമ്പന്നമായ ചെടികൾ ഉപയോഗിച്ചാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇങ്ങനെ പ്രകൃതി ഒരുക്കുന്ന പച്ചക്കുടയ്ക്ക് കീഴിൽ എത്ര നട്ടുച്ചയായാലും മനോഹരമായ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാമെന്നുള്ളതാണ്. പക്ഷികൾക്കുള്ള കൂടുകളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അപൂർവങ്ങളായ ധാരാളം പക്ഷികൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിളികളുടെ കളകൂജനമാണ് കാഴ്ചക്കൂടാരത്തിലേക്ക് സ്വാഗതമരുളുക. കണ്ണെടുക്കാതെ നോക്കി നിന്നുപോകും പ്രകൃതി സമ്മാനിച്ചിരിക്കുന്ന തൂവലഴകിലേക്ക്. പറന്നുയരാനും ചില്ലകളിൽ ചേക്കേറാനും കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനം. ചെറിയൊരു കുന്നു കയറി ചെന്നാൽ നമുക്ക് നേരെ പുള്ളിമാനുകളുടെ അടുത്തെത്താം. അവരൊക്കെ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് തുള്ളിച്ചാടി നടക്കുകയാണ്. കാട്ടിലാണോ നാട്ടിലാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് അവിടെ സുഖമായി തന്നെ പുള്ളിമാനുകൾ വിശ്രമിക്കുന്നു. സുവോളജിക്കൽ പാർക്കിലെ അതിഥികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുരങ്ങുകളുടെ കൂട് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് അവരുടെ സ്വാഭാവികമായ രീതി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് വെറുതെ ഓടി വന്ന് കണ്ട് ഓടിപ്പോകാവുന്ന ഒരു സംഭവമേ അല്ല. 4.5 കിലോമീറ്റർ ചുറ്റി നടന്ന് കാണേണ്ടതാണ്. അതിനായി KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങാം, കാഴ്ചകൾ കാണാം, ഇവിടെ വിശ്രമിക്കാം. അതിനുശേഷം ബസ് ഇങ്ങനെ വരും, ബസ്സിൽ കയറി തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. അതിനോട് ചേർന്ന് തന്നെ ആളുകൾക്ക് മറ്റ് ലഘുഭക്ഷണവും വെള്ളവുമൊക്കെ ഒരുക്കിയിരിക്കുന്ന കഫറ്റീരിയകൾ ഇതിനോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വിശ്രമിച്ച് വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിച്ച ശേഷം അവരുടെ കാഴ്ചാ യാത്രകൾ ഇതുപോലെ ഇങ്ങനെ തുടർന്നു പോകും. ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും. ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയാണിത്. ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ 2 മാസം മുൻഗണനയുണ്ട്. ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും. തുടക്കത്തിൽ 500 പേരെ വീതമാണ് അനുവദിക്കുക. അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും. KSRTCയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും. ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. പുത്തൂർ എന്ന കൊച്ചു ഗ്രാമത്തെ കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു നാടിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് പൂവണിയുന്നത്. സഞ്ചാരികളെ സ്വാഗതം പുത്തൂരിലേക്ക്.